ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ടർക്കിയിലാണ്. തുർക്കിയെന്ന് ഇവർ പറയാം. അപ്പോൾ തുർക്കിയെന്ന് ടർക്കി എന്ന് പറഞ്ഞാലും തുർക്കിയെന്ന് പറഞ്ഞാലും ശരി തന്നെയാണ്. അപ്പോൾ ഞാൻ ഇത്ര നേരം തുർക്കിയെന്ന് പറഞ്ഞപ്പോൾ വായിലിങ്ങനെ തുർക്കിയെന്ന് വന്ന് അതാണ് തുർക്കിയേ ഒരാളെങ്ങനെ വിളിക്കുന്ന പോലെ എന്തിയേന്ന് ചോദിക്കുന്ന പോലെ ഉണ്ട്. തുർക്കിയേ നല്ല രസമാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കുസ്കോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലേജിലാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജിലാണ്. ഇവിടെ പെട്ടെന്ന് ഇരുട്ടായി പോയിട്ടോ. ഞാൻ ഇവിടെ എത്താൻ കുറച്ച് ലേറ്റായി. അപ്പോൾ ലാസ്റ്റ് എപ്പിസോഡ് കണ്ടവർക്കറിയാം ഈ വില്ലേജൊക്കെ ഞാനിങ്ങനെ എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ ഇനി ഇതാ തിരിച്ച് പോകാനുള്ള ഇതിൽ നിൽക്കുകയാണ് നമ്മൾ ലിഫ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ വന്ന് ഇങ്ങനെ സംസാരിച്ചതാക്കും. അപ്പോൾ അവരായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കും. അവരെല്ലാവരും ഭയങ്കര ക്യൂരിയസ് ആണ്. നല്ല അടിപൊളി ആൾക്കാരാണ് കേട്ടോ, വില്ലേജിലുള്ള ആൾക്കാരെല്ലാം. സോ ഇനി നേരെ നമ്മൾ ലിഫ്റ്റ് അടിച്ചിട്ട് നമുക്കൊരു 30 കിലോമീറ്ററാണ് നമ്മൾ റൂമിലേക്ക് പോകാനുള്ളത്. അപ്പോൾ നാളെ പിന്നെ എന്താ പ്ലാൻ ഒന്നും എനിക്കറിയില്ല. അവനെന്തോ ഫുഡ് ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നുണ്ടായി, ഒന്നും പറഞ്ഞില്ല പിന്നീട്. അവിടെ നിന്ന് ലിഫ്റ്റ് അടിച്ചിട്ട് നമ്മൾ പുള്ളിക്കാരൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു കോഫി തന്നേക്കുന്നത് ഹേസൽനട്ടിനെ കണ്ട കോഫിയാണ്. അത് വേറെ എന്ത് കോഫിയാണെന്ന് എനിക്കറിയില്ല. അവിടെ നോക്ക് മൊത്തം ഹേസൽനട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ഹേസൽനട്ട് ഒരുമിച്ചാണ്. എനിക്കാണെങ്കിൽ ഹേസൽനട്ട് ഭയങ്കര ഇഷ്ടം. നമ്മുടെ ഫെറോറോ റോഷറിൻ്റെ ഉള്ളിലുള്ള സാധനമില്ലേ, അതാണ് നമ്മളെ ഈ ഹേസൽനട്ട് കേട്ടോ. എല്ലാം ഇങ്ങനെ ഫ്രഷ് ആയിട്ട് പാക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അടിപൊളി സംഭവമാണ്. അതിൻ്റെ കൃഷിയാണ് ഇവർക്ക് ഏറ്റവും കൂടുതലുള്ളത്. എന്താ അതിൻ്റെ ചോക്ലേറ്റ് ആണോ അതോ ഇതിൻ്റെ ഉള്ളിൽ ഹേസൽനട്ടാണോ എന്ന് അറിയില്ല. ഇവരെന്നെ എന്താ വിളിക്കുന്നത് അറിയോ? അർമോണിയാന്ന്. അർമോണിയ അർമോണിയ ഓക്കെ. അർമോണിയ തന്നെ വിളിക്കുന്നത്. എന്റെ പേര് അരുണിമാന്ന് എത്ര വട്ടം പറഞ്ഞെടുത്താലും അവൻ അർമോണിയാന്ന് പറയും. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി പേര് മാറ്റി കേട്ടോ, അരുണിമ മാറ്റി അർമോണിയായി. ഏതൊക്കെ രാജ്യത്ത് പോകുന്ന സമയത്ത് എനിക്ക് എത്ര പേരുകളോ അല്ലെ. എല്ലാരും ഒരുപാട് പേരുകൾ ഇടുന്നുണ്ട്. ഞാനിതാ പുതിയ ബന്ധാനം മേടിച്ചിട്ടുണ്ട്. ഇത് മേടിച്ചതല്ല, എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഈ കടയിൽ തന്നെ ആളാണ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അതെ, പിന്നെ ഇതാ ഈ സ്ഥലം കണ്ടോ, ഗൊറയിലേന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്ഥലം. ഞാനിവിടെ ഇതെല്ലാം ഇട്ട് നോക്കുമായിരുന്നു. അപ്പോൾ ആള് ഞാൻ എത്ര പൈസയാന്ന് ചോദിച്ചപ്പോൾ ആള് പറയാ ഇല്ല അതെന്റെ ഗിഫ്റ്റ് ആണ് എന്ന്. എന്നിട്ട് ഇതും എനിക്ക് എക്സ്ട്രാ തന്നിട്ടുണ്ട് ഗിഫ്റ്റായിട്ട്. നല്ലൊരു മനുഷ്യൻ കേട്ടോ, അടിപൊളി പാവം. എനിക്ക് ഭയങ്കര ഹാപ്പി. ആള് ഗിഫ്റ്റ് എല്ലാം തന്നിട്ട് താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓക്കെ. ഇതും തന്നിട്ട് ഇത് നല്ല ക്യൂട്ടായിട്ട്. ഇതെന്താ അറിയോ, ഹേസൽനട്ടാ. ഞാൻ പറയാം ഇവിടെ മൊത്തം ഹേസൽനട്ടാണുള്ളത്. ഹേസൽനട്ടിൻ്റെ സംഭവമാണുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ഏതാ വാങ്ങേണ്ടത് എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. എന്താണ് ഇപ്പം ഇതുണ്ട് ഇതാണ്ടോ കളറുകൾ, പല 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 കളറുകളും ഇഷ്ടംപോലെയാണ്. കാരണം ഇവിടെ ഇത് തന്നെയാണ് ഈ ഷോപ്പിൽ ഓൾമോസ്റ്റ് ഇതേ ഇത്രയും. ഇവിടെ നോക്ക്, ഇവിടെ വേറെ, അവിടെ നോക്ക്, അവിടെ വേറെ, ഇത്രയും ബന്ധാനകൾ ഒരുമിച്ചാണ് ഇട്ടിട്ടുള്ളത്. ഓൾറെഡി എൻ്റെ കയ്യിൽ എനിക്ക് ഭ്രാന്ത, എനിക്ക് ഓൾറെഡി കുറേ എണ്ണം ഉണ്ട്. എന്നിട്ട് ഞാൻ വീണ്ടും മേടിച്ചിട്ടുള്ളത്. ഇവിടെ നോക്ക്, ഈ മുളകിന് എരിവ് തീരെയില്ല. ഇത് ഇവർ കടിച്ചു പറിച്ച് തിന്നണം മുളകാ. എന്തോരം മുളകുകളാണ്, വെറൈറ്റി. ഇവിടെ കണ്ണാടിയൊക്കെ ഉണ്ട്. കണ്ണാടിയൊക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ, നല്ല രസമുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരാൻ വേണ്ടി പോവാണ്, ഇവിടുത്തെ ലോക്കൽ ഫുഡ്. ഇതെല്ലാം എനിക്ക് സ്പെഷ്യൽ താങ്ക്സ് പറയാനുള്ളത് മുത്തുലു എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ. അപ്പോൾ ആ മുത്തുലു ആണ് ഇങ്ങനെ മേടിച്ചു കൊടുക്കാനും ഇതാക്കാനൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ മുത്തുലുവിനെ കേരളത്തിലേക്കൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടൊക്കെ കേട്ടോ. അപ്പോൾ അതാ എവിടെ എന്തൊക്കെയോ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കോഫി കുടിച്ചില്ല, അവരുടെ തന്നെ എന്തോ ഇതാണ് ഇവിടുത്തെ ഈ സംഭവം. അപ്പം ഇതെല്ലാം അവർ തന്നെ നമുക്ക് തരുന്നതാണ് കേട്ടോ. ഈ സാധനങ്ങൾ കുക്ക് ചെയ്യാനുള്ളത് മേടിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇവൻ എന്തോ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് എന്താണ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഇവന് ഭയങ്കര ഫോളോവേഴ്സ് ഒരു 30,000 ഫോളോവേഴ്സ് ഉള്ളത്. ഒരു 28,000 ഫോളോവേഴ്സ് ഉള്ളത്. പക്ഷേ 28,000 ഫോളോവേഴ്സ് ആണെങ്കിലും ആ 28,000 ഫോളോവേഴ്സ് ഭയങ്കര സപ്പോർട്ടിങ്ങും ഭയങ്കര ഇതുമാണ്. ഇവൻ നടന്നല്ലേ പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവന് എല്ലാ സ്ഥലത്തും താമസമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും അങ്ങനെ നല്ല സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് കേട്ടോ. പിന്നെ ഈ ഏരിയയിലേക്ക് കൂടുതലും വില്ലേജും നല്ല ആളുകളാണ്. പിന്നെ ഇവിടെ പൊട്ടറ്റോനൊക്കെ വില ഭയങ്കര കുറവാട്ടോ. നോക്ക് 13. ഉള്ളിക്ക് നല്ല വിലക്കുറവാണ്. ഉള്ളിക്കും പൊട്ടാറ്റോനും നല്ല വിലക്കുറവുണ്ട്, തക്കാളിക്കും വിലക്കുറവുണ്ട്. ഇതാണ് ഇവിടുത്തെ മെയിനായിട്ട് വിലക്കുറവുള്ള സാധനങ്ങൾ. പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ കാണുന്നുണ്ട്. ഇതൊക്കെ എന്താ ഒന്നും മനസ്സിലാവണ പോലുമില്ല. പിന്നെ ഇവിടുത്തെ ഫ്രൂട്ട്സ്, മെയിനായിട്ട് കാണുന്ന ഫ്രൂട്ട്സാണ് പീച്ച്. നല്ല അടിപൊളി പീച്ചും മുന്തിരിയും ഫിഗ് കണ്ടില്ലേ, ഇത് മൂന്നാണ് മെയിനായിട്ട് ഇവിടെ കാണുന്നത്. പക്ഷെ ഇതെന്താ
ഇതും ഇവിടെ കാണുന്നുണ്ട് മെയിനായിട്ട്. ഇത് പ്ലമ്മാണോ? പ്ലം പോലെ എനിക്ക് തോന്നുന്നു. നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫുഡ് ഇതാ കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെ നിന്നാണ് കുക്ക് ചെയ്യുന്നത്. തുമ്മാൻ വന്നു, തുമ്മാനുള്ള സാധനം പോയി. സീന് പാനിൽ എന്തൊക്കെയോ ഫ്രൈ ആക്കാൻ എന്തൊക്കെയോ ആക്കാൻ പോകുന്നുണ്ട്. എന്താ പല തരത്തിൽ പല കളറിലുള്ള മുളക്. എന്താ വലിയ മുളകല്ല, മുളക് പിന്നെ മെയിനാണ്. തക്കാളി പിന്നെ മെയിനാണ്. ക്യുക്കുംബർ പിന്നെന്താ ഈ സാധനത്തിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല. അതിൻ്റെ സാലഡിലൊട്ടും ഇഷ്ടമല്ല. വേറെയുള്ളതൊക്കെ എന്താ നമ്മളാ ബീൻസ് പോലത്തെ സാധനം. പിന്നെ ഉള്ളി വൈറ്റ് ഉള്ളിയാണ് കൂടുതൽ. ചിക്കൻ, ഇത്ര ഐറ്റംസാണ് ഉള്ളത്. പിന്നെ യോഗട്ട് ഉണ്ട് കേട്ടോ, ഈ വലുത് യോഗട്ട്. ഇത് തക്കാളിൻ്റെ സോസ് പേസ്റ്റ്, ടൊമാറ്റോ പേസ്റ്റ് സോസാണ്. തക്കാളി വിട്ടിട്ടുള്ള ഒരു കളിയില്ല കേട്ടോ. ഇവിടെ എന്തെങ്കിലും തക്കാളി ഉണ്ടാവും പിന്നെ മുളകും, അത് മെയിനാണ്. പക്ഷെ മുളകിന് എരി ഉണ്ടാവില്ല. ഇവിടെ നോക്കി ഇവരെന്തോരം തക്കാളി ഉപയോഗിക്കുന്നത്. എത്ര വലിയ തക്കാളി, അതും അതിൻ്റെ തൊലി മൊത്തം കളഞ്ഞിട്ട് 5 എണ്ണം. നല്ല വെയിറ്റ് ഉണ്ട്, 1 കിലോ കൂടുതലുണ്ട്. പിന്നെ അതാ ക്യുക്കുംബറൊക്കെ ഇങ്ങനെ അരിഞ്ഞിടുന്നുണ്ട്. എന്താ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നില്ല. അത് ഉണ്ടാക്കി കഴിയുമ്പോൾ കാണാമെന്നാണ് പറയുന്നത്. ഇതൊക്കെ എന്താണോ കാണിക്കാൻ പോണ്, ഇതൊക്കെ ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. ഞാൻ അവനോട് കട്ട് ചെയ്ത് തരാൻ സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ് വേണ്ട, അവനൊറ്റയ്ക്ക് ചെയ്തോളാന്ന്. ഇവിടെ നോക്ക് ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ബീൻസ് വെച്ചിട്ടുള്ളൊരു സാധനം, ഇത് ചിക്കൻ വെച്ചിട്ടുള്ളൊരു സാധനം, പിന്നെ ഇത് നമ്മൾ ക്യൂക്കുംബറും എന്താ പറയുക എന്തൊക്കെയോ സാധനങ്ങൾ ഇട്ടിട്ട് ഒരു സംഭവം, സാലഡ്, തൈരൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ഒരു സംഭവം. എന്തായാലും കാണാനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. കഴിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം എങ്ങനെയുണ്ടെന്ന്. ഫുള്ള് തക്കാളി മയമാണ്, കംപ്ലീറ്റ് തക്കാളിയാണ്. തക്കാളീൻ്റെ സോസ്, തക്കാളി അരിഞ്ഞിട്ടിട്ടുണ്ട്. എല്ലാത്തിനും ഒരു തക്കാളീൻ്റെ ടേസ്റ്റ് ആയിരിക്കും. എരിവൊന്നും അങ്ങനെ ഉണ്ടാവില്ല, കാരണം ഒരൊറ്റ മുളകാണ് ആകെ ഇട്ടത്. അതും വേറെ റെഡ് കളറിലൊരു മുളക്, അധികം എരിവില്ലാത്ത. ഇവിടെ ബ്രെഡ് ഉണ്ട്. അപ്പോൾ ബ്രെഡിൻ്റെ കൂടെയാണ് കഴിച്ച് നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം ഞാൻ ആ ബീൻസ് കഴിച്ച് നോക്കട്ടെ ബ്രെഡിൻ്റെ കൂടെ. കണ്ടിട്ട് അടിപൊളിയാണ്, വിശക്കുന്നുണ്ട് നല്ലപോലെ. ഇപ്പം സമയം 11:30 You like it? Yeah. Try chicken. Yeah. അടിപൊളിയാട്ടോ. നമ്മളൊരു തക്കാളിക്കറി ഇല്ലേ അതുപോലെ, അതും പിന്നെ ആ ബീൻസിൻ്റെ ടേസ്റ്റാണ്. പക്ഷെ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടിലും കൂടുതൽ നൈസായിരുന്നു. നല്ല കുറുക്കി എടുത്തിട്ടുണ്ട്. തക്കാളീൻ്റെ ആ ഫ്ലേവർ, തക്കാളി ഇഷ്ടമല്ലാത്തവർക്ക് ഇത് ഈ ഫുഡ് ഇഷ്ടപ്പെടില്ല. പക്ഷെ തക്കാളി ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. You like it? Şimdi ben yapınca beğenmeme ihtimali yok. Sadece biraz acı oldu. Onu da ben özellikle istedim. Diyecek bir şey yok. എനിക്ക് ചിക്കൻ്റെ കൂടുതൽ ഇഷ്ടമായത്. Ona biraz su കാരണം ചിക്കൻ്റെ ഫ്ലേവർ aslında onun bir anlamı yok. Ben kendim özlediğim için kendime yaptım. ഗുഡ് മോർണിംഗ്. ഇന്നലെ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. അപ്പോൾ ഇന്ന് നെക്സ്റ്റ് ഡേ ഞാൻ അവിടുന്ന് ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. അവനും അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ റിസേ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് അവൻ പോകുന്നത്. ഞാനപ്പോൾ ജോർജിയക്ക് പോകണം. ഞാൻ ഇന്ന് കയറുമോ നാളെ കയറുമോ എന്നറിയില്ല. ഇവിടുന്ന് ഒരു 250 കിലോമീറ്ററും കൂടെ ഉള്ളൂ ജോർജിയയിലേക്ക്, ബോർഡറിലേക്ക്. എന്തായാലും പോയി നോട്ടെ. ഹിച്ചാക്കി ഇത് അവിടെ എത്തുന്നതിനനുസരിച്ച്. ഇപ്പോൾ സമയം ഒരു 11 മണിയായിട്ടുണ്ട്. ഇപ്പോഴാണ് ഇറങ്ങുന്നത്. രാവിലെ നേരത്തെ എണീച്ച് ശിവൻ അതും എഡിറ്റിങ്ങൊക്കെ ആയിട്ടിരുന്ന്, അതുകൊണ്ട് ഒരുപാട് ലേറ്റായി. അല്ല ഞാൻ നേരത്തെ ഇറങ്ങണം വിചാരിച്ചതാ. ചിലപ്പോൾ ഇറങ്ങാൻ പറ്റും കേട്ടോ. ഹായ്, ഹലോ. നോക്ക് ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു ഡോഗ. ഇവിടെ ഡോഗ്സ് എല്ലാം നല്ല വലുതാ. പൂച്ചയാണെങ്കിലും അതെ, നല്ല വലുതാ. നല്ല ഫുഡ് കഴിക്കുന്നുണ്ട് തോന്നുന്നു, അങ്ങനെ വലുതാവുന്നു. ഇവിടെ നോക്ക് നല്ല നീല സ്കൈ ആണ്. സ്കൈ കാണാൻ നല്ല രസമുണ്ട്. ഇന്ന് മൂടലില്ല, ഇപ്പം വെയിൽ വന്നാണ്. ശരിക്കും പറഞ്ഞാൽ രാവിലെയൊക്കെ മഴയായിരുന്നു. ഞാൻ വിചാരിച്ച് ഫുള്ള് ഭയങ്കര ഇതായിരിക്കും, പക്ഷെ അങ്ങനെ ഉണ്ടായില്ല. ഇവിടെയൊക്കെ നോക്ക് ഹേസിൽനട്ടാണ് ഈ കിടക്കുന്നത് കാണുന്നത്. ഇവിടെ മൊത്തം ഹേസിൽനട്ടിൻ്റെ ഒരു കളിയാ കംപ്ലീറ്റ്. നമുക്കിത് ആദ്യത്തെ ഒരു ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ആള് ട്രപ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. ട്രപ്സൺ അല്ല, ട്രപ്സോണിലേക്ക് കുറച്ച് ദൂരം ഉണ്ട്. എനിക്കറിയില്ല, ഒരു 100 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. ട്രാപ്സോൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു 100 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന്
150 കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ തോന്നുന്നു ബോർഡറിലേക്ക്. എന്നാലും പോയി നോട്ടെ. ഞാനും അവനും കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മഴയൊന്നും കാണുന്നില്ല, അല്ലെങ്കിൽ നല്ല മഴയായിരുന്നു. ഇവിടെ റെയിനി സീസൺ സ്റ്റാർട്ടായിട്ടുള്ളത്. നമുക്ക് ഹിച്ചായിക്കാണെങ്കിൽ കുറച്ച് ദൂരം കൂടെ നടന്നിട്ട് അവിടെ എത്തിയിട്ട് വല്ലതും ലിഫ്റ്റ് അടിക്കണം. ഇവിടെ ഇങ്ങനെ നിർത്താനൊന്നുള്ള സ്പേസ് ഇല്ല. ഞാൻ ഇത്ര നേരം ഒരു കഫേയിൽ ഇരിക്കുമായിരുന്നു, ഒരു കോഫി എല്ലാം കുടിച്ചിട്ട് ലാറ്റെ. അപ്പോൾ നെറ്റ്വർക്ക് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ വൈഫൈ ഉണ്ടായിരുന്നു, പക്ഷേ ഭയങ്കര സ്ലോ ആണ്. 2 ദിവസമായിട്ട് അങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ടായില്ല. അതാണ് ഇങ്ങനെ നെറ്റ്വർക്ക് ഭയങ്കര ഇഷ്യൂ ആണ്. അതുകൊണ്ടാണ് എനിക്ക് ഇന്നലെയും ഞാൻ വൈഫൈ തപ്പി കുറേ പോയി, ഇന്നും കുറേ പോയി. എന്താ പറയുക, വീഡിയോ ഇടാൻ അത്യാവശ്യത്തിലധികം നല്ല സ്ട്രഗിൾ ഉണ്ട്. അതാണ് നമ്മൾ ഒരു വീഡിയോ ഇടാൻ തന്നെ 3-4 GB ഒക്കെ ആവും. ഞാൻ അൺലിമിറ്റഡ് ഡാറ്റ ചെയ്തത് കിട്ടുന്നുമില്ല. അപ്പോൾ അത് പിന്നെ ഓൾറെഡി ഇന്ന് കഴിഞ്ഞു. സോ ഞാൻ എന്തായാലും ജോർജിയയിലേക്ക് പോവാണ്. ഇതിപ്പോൾ ഏതോ ഒരു സ്ഥലത്താണ് ഉള്ളത്, എനിക്ക് തന്നെ അറിയില്ല ഇതേതാ സ്ഥലം എന്ന്. Which place is this? Off. Off. Off? Yeah. Off എന്ന് പറഞ്ഞിട്ടുള്ള ഏതോ സ്ഥലമാണ്. ഒരു ചെറിയ ടൗൺ, ചെറിയല്ല അത്യാവശ്യം വലിയൊരു ടൗൺ തന്നെയാണ്. എന്താ അങ്ങോട്ട് ക്രോസ് ചെയ്യണോ? ഓക്കെ, കണ്ടോ കുറേ വലിയ ബിൽഡിങ്സും ഒക്കെ ആയിട്ടുള്ളതാ. അവൻ്റെ ഏറ്റവും തീർന്നു എന്ന് പറഞ്ഞു. 1 GB-ക്കൊക്കെ 1000 രൂപയാണ് ഇവിടെ വില. ഞാൻ ക്രോസ് ചെയ്യാണ്, നോക്കി ക്രോസ് ചെയ്യണം. ഞാൻ എപ്പോൾ എത്തുമെന്തോ ജോർജിയയിൽ, എനിക്ക് തന്നെ അറിയില്ല. അവിടെ ഇതേ അവസ്ഥയാന്ന് തോന്നുന്നു. ഭക്ഷണത്തിന് മാത്രം കുറച്ചുകൂടെ ബെറ്ററാന്ന് തോന്നുന്നു റേറ്റ്. പക്ഷെ ബാക്കിയെല്ലാം നല്ല എക്സ്പെൻസീവ് തന്നെ ഉണ്ട് തോന്നുന്നു. നെറ്റ്വർക്ക് എന്തായാലും എക്സ്പെൻസീവാ. അത് ഈ ലോകത്തെ ഏറ്റവും ചീപ്പ് ഇന്ത്യ. അതിനെ ബീറ്റ് ചെയ്യാൻ വേറെ ഏതുമില്ല. ഇപ്പം ഈവനിങ് ആയിട്ടുണ്ട് കേട്ടോ, നല്ല ലേറ്റായി. അവിടെ കുറേ നേരം ഇരുന്നു. ഞാനൊരു 4 മണിക്കൂറോളം അവിടെ ഇരുന്നു തോന്നുന്നു. ഞാനിങ്ങനെ വീഡിയോ ഇടാൻ പറ്റുകയാണെങ്കിൽ ഇടാമെന്ന് പറഞ്ഞിട്ട്, പക്ഷെ ഒന്നും നടന്നില്ല. ഒരുപാട് ട്രൈ ആക്കി. ആ സൈഡിൽ കാണുന്നതൊക്കെ ഇതാണ് കേട്ടോ, ബ്ലാക്ക് സീ ആണേ. അങ്ങോട്ടെല്ലാം വെയിലുണ്ട്, എന്നാലും ഒരു മഴക്കാറാണ് ഇവിടെ എല്ലാം. 2 പേരുണ്ടായിട്ടാന്ന് തോന്നുന്നു. ലിഫ്റ്റ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാകുന്നുണ്ട്. അവിടെയൊക്കെ നോക്ക്, സ്കൈ എല്ലാം നല്ല രസമുണ്ട് കാണാൻ. ബ്യൂട്ടിഫുൾ സ്കൈ. ലൈക്ക് മഴക്കാറാണെങ്കിൽ പോലും നല്ല രസമുണ്ട്. ആ ഫുൾ ടൈം ഫോണിലാണ്. എന്താക്കുന്നോ എന്തോ, എപ്പോഴും നെറ്റ് പോലും ഇല്ല. നടന്നുകൊണ്ടൊക്കെ എഡിറ്റ് ചെയ്യാന്നൊക്കെ തോന്നുന്നുണ്ട് എനിക്ക്. ഇപ്പം സമയം 4:30 ആയിട്ടുണ്ട്. ഇവിടെ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേ നല്ല ഇരുട്ടാവും. കുറേ നേരമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അവനാണെങ്കിൽ ഫുൾ ടൈം ഇങ്ങനെ ഫോൺ നോക്കിയിട്ടാണ് നടക്കുന്നുണ്ടോ. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ലിഫ്റ്റ് കിട്ടാത്തത്. ഒരു ആത്മാർത്ഥത കാണിക്കണ്ടേ. നമ്മൾ ലിഫ്റ്റ് അടിക്കുമ്പോൾ ഒരു എഫേർട്ട് എടുക്കണ്ടേ. ഒരു എഫേർട്ട് എടുത്താലാണ് നമുക്ക് ലിഫ്റ്റൊക്കെ കിട്ടുള്ളൂ. അവനിങ്ങനെ നടന്ന് ട്രാവൽ ചെയ്തിട്ടാണ് ശീലം. അതുകൊണ്ട് തന്നെ അവനറിയില്ല. ഇപ്പം എനിക്ക് മനസ്സിലായി, അവൻ്റെ 6 പവർ ബാങ്ക് ഉണ്ട്. എന്തിനാ അവൻ 6 പവർ ബാങ്ക് യൂസ് ചെയ്യുന്നതെന്ന്. എൻ്റെ ആകെ ഒരു പവർ ബാങ്കേ ഉള്ളൂ. 2 എണ്ണം ഉണ്ടായിരുന്നു, ഇപ്പോൾ 1 എണ്ണം ഉള്ളൂ. ഇനി അടുത്ത ട്രിപ്പിന് 1 എണ്ണം കൂടെ മേടിക്കണം. 2 എണ്ണം അത്യാവശ്യമാണ്. അപ്പോൾ അവൻ ഫുൾ ടൈം ഫോണിലാണ്. അപ്പോൾ ചാർജ് നിൽക്കില്ല. 2 ഫോൺ ഉണ്ടായിട്ട് അവന് തികയുന്നില്ല. ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അങ്ങനെ അധികം ഫോൺ യൂസ് ചെയ്യാറില്ല കേട്ടോ. എസ്പെഷ്യലി കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീരെ ഫോൺ യൂസ് ചെയ്യലില്ല. ഇത് നോക്ക്, ഫുൾ ടൈം അവൻ ഇങ്ങനെ ഫോണിലാവുമ്പോൾ വണ്ടി കിട്ടില്ല. ഒന്നാമത് എനിക്ക് ആദ്യമായിട്ടാണ് ഇത്രയും ദിവസം ഹിച്ചാക്കി ഇതിൽ ഇത്രയും സമയം എടുക്കുന്നു. 2 പേരുണ്ടെങ്കിൽ ലിഫ്റ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതും ഒരാണും കൂടെ ആണെങ്കിൽ കുറച്ചുകൂടെ ഡിഫിക്കൽട്ടായിരിക്കും. അതിനിടയിൽ അവൻ ഫോണും കൂടെ നോക്കി നടന്നാൽ പിന്നെ എങ്ങനെയാ, കിട്ടുകയില്ല തീരെ ലിഫ്റ്റ്. നോക്ക്, കുറേ ഷിപ്പൊക്കെയാണ് കാണുന്നത്. ഇവിടെ ഉണ്ടാക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. അവിടുന്ന് ദിസ് വേ, ഓക്കെ. നേരെ പോയിട്ട് ലെഫ്റ്റിലേക്ക് കിടക്കണം. കാരണം ഇത് വേറെ സ്ഥലത്തേക്കുള്ള വഴിയാണ്. എനിക്കാണെങ്കിൽ വിശക്കണം. ഒന്നും കഴിച്ചിട്ടുമില്ല. ആകെ ഒരു കോഫി ലാറ്റയാണ് കുടിച്ചത്. പിന്നെ ഒന്നും കഴിച്ചിട്ടും കുടിച്ചിട്ടുമില്ല. അപ്പുറം എവിടെയെങ്കിലും എത്തുമ്പോൾ എന്തെങ്കിലും കഴിക്കണം.
അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുറേ പുഴ പോലെ ഇങ്ങനെ ഒഴുകുന്ന കാണാം, തോടും ഒക്കെ ആയിട്ട്. അപ്പടെ ഫുള്ള് ബ്ലാക്സിയാണ് കാണുന്നത്. എവിടെ നോക്ക് ഇതിങ്ങനെ അതിലേക്ക് വന്ന് ചേരുന്നു. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം എന്താ ഒരു വണ്ടിയിൽ നമുക്ക് ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആള് ജോർജിയയിലുള്ള ആളാണ്. അപ്പോൾ ആള് ഹോപ്പാന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടുന്ന് പിന്നെ അടുത്താന്ന് തോന്നുന്നു, ഏകദേശം ഒരു 100 കിലോമീറ്റർ ഉണ്ട്. ആകെ ഒരു 100 സംതിങ് കിലോമീറ്റർ ഉള്ളൂ. അവിടുന്ന് പിന്നെ ഒരു 10-40 കിലോമീറ്ററും കൂടെ ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ടോ അപ്പുറത്തെല്ലാം കടലിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ സൺസെറ്റ് എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കിലോമീറ്ററും കൂടെ കഴിഞ്ഞാൽ ഇവൻ ഇറങ്ങും റിസേ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത്. പിന്നെ അവൻ അവിടെ റെസ്റ്റൊക്കെ എടുത്ത് പയ്യെ അടുത്ത സ്ഥലത്തേക്കെല്ലാം നടന്ന് പോവും. എനിക്ക് മനസ്സിലായി അവനിപ്പോൾ എത്ര സ്ലോ ആയിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഈ 5 മാസം അവൻ എത്ര പോയിട്ടുണ്ടെന്ന് പോലും എനിക്കറിയില്ല, എത്ര കിലോമീറ്റർ നടന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും ഹിച്ചാക്ക് ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് തന്നെയാണ്. നല്ല ഒറ്റയ്ക്ക് പോകുമ്പോഴാണ് അടിപൊളി. മീൻസ് പെട്ടെന്ന് ലിഫ്റ്റ് കിട്ടുന്നുണ്ട്. ഇത് തന്നെ ഞാൻ ബാഗെല്ലാം അവിടെ താഴെ വെച്ച് കൈ കൊണ്ടൊക്കെ എന്തൊക്കെ കാണിച്ചിട്ട് ഒന്ന് നോക്കുന്ന പോലും ഉണ്ടായില്ല. ഫോണിൽ തന്നെ നോക്കിക്കൊണ്ട് ഇരിക്കുമായിരുന്നു കേട്ടോ. എനിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. കുറച്ച് നേരം കൂടെ അല്ലേ ഉള്ളൂ. കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൻ ഇറങ്ങുമല്ലോ. അതുകൊണ്ട് ഞാൻ ഒന്നും പറയാണ്ടിരുന്നത്. നല്ല രസമുള്ള സ്കൈ ആണ് കേട്ടോ. പോകുന്ന സമയത്ത് കണ്ടോ റിസേ എന്ന് പറഞ്ഞ സ്ഥലം കണ്ടോ, ആ ബോർഡിൽ RIZE ആ സ്ഥലത്താണ് അവൻ ഇറങ്ങുന്നത്. ചയേലി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ ബൈ ബൈ. അവനത് ഇറങ്ങാണ്. റിസേ എന്ന് പറഞ്ഞ സ്ഥലത്തല്ല ഇറങ്ങിയത് കേട്ടോ, അവൻ ഇവിടെയാണ് ഇറങ്ങുന്നത്. ഓക്കെ സേഫ് ജേർണി, ടേക്ക് കെയർ, ബൈ ബൈ, സേഫ് ജേർണി. താങ്ക് യു ബോസ്. ക്ലോസ്, ഗുഡ് ബൈ, ബൈ ബൈ. അപ്പം അവനങ്ങനെ പോയിട്ടുണ്ട്. എനിക്ക് ഇനി കുറേ ദൂരം പോകാനുണ്ട് കേട്ടോ. ഈ റിസേ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ നെക്സ്റ്റ് ചെറിയൊരു ടൗണിലാണ് അവൻ ഇറങ്ങിയത്. അവിടെയൊക്കെ കണ്ടോ വീടുകളൊക്കെ, മലേൻ്റെ മുകളിലാണ് വീടുകളൊക്കെ ഉള്ളത്. നല്ല രസമുണ്ട്, ലൈറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ രാത്രി കാണാനായിട്ട്. ഞാനിവിടെ ഹോപ്പാന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പുള്ളിക്കാരൻ ഓൾറെഡി ജോർജിയക്കാരനാണ്, അതുകൊണ്ട് ഭാഷ അറിയില്ല. ഞാനാണെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ വോയിസ് കേൾപ്പിക്കാൻ പറ്റില്ല. വായിക്കാൻ അറിയുന്നവർക്ക് മാത്രം അത് കണ്ടിട്ട് വായിക്കാൻ പറ്റുള്ളൂ. ചില ഭാഷകൾ അങ്ങനെയാണ്, ഫുള്ളായിട്ട് ഇങ്ങനെ ഇതാക്കാൻ പറ്റൂല. അതായത് ഇങ്ങനെ വോയിസ് കേൾപ്പിച്ച് കഴിഞ്ഞാൽ വോയിസ് കേൾക്കാൻ പറ്റില്ല. ചില ഭാഷകൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഭാഷകൾ മാത്രമാണ്. ഇപ്പോൾ ടർക്കിഷ് എന്നൊക്കെ പറഞ്ഞാൽ ഓൾറെഡി കുറേ ആളുകൾ യൂസ് ചെയ്യുന്ന. ജോർജിയ എന്ന് പറഞ്ഞാൽ ചെറിയ കൺട്രിയും കുറച്ച് ആളുകളല്ലേ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കാൽക്കുലേറ്റർ ഉണ്ടല്ലോ, കാൽക്കുലേറ്ററിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ കറൻസി എക്സ്ചേഞ്ച്. അതും വരുന്നില്ല ജോർജിയൻ്റെ കറൻസി. അപ്പോൾ ദേ ഈ ഒരു വണ്ടിയിലാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ആള് എന്തോ ഫുഡ് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. എൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. എൻ്റെ കയ്യിലാണെങ്കിൽ നെറ്റൊക്കെ തീർന്നു. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ ബോർഡറിലേക്ക്. ആൾ ഓൾറെഡി ജോർജിയക്കാരൻ, ബത്തൂമിന്നാണ് വീട്. പിന്നെ തിബിസ്ലി ക്യാപിറ്റൽ സിറ്റി എങ്ങാണ്ടല്ലേ, തിബിസ്ലിയോ ആ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് തന്നെ അറിയില്ല ജോർജിയയിലെ. അപ്പോൾ ആള് അങ്ങോട്ടാണ് പോകുന്നത്. പക്ഷേ ആള് കസ്റ്റംസ് ഒക്കെ ക്ലിയർ ചെയ്ത്, എമിഗ്രേഷനൊക്കെ ക്ലിയർ ചെയ്ത്, ഈ വണ്ടീൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കും. നാളെ മോർണിംഗാണ് പോകണമെന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ ക്യാപിറ്റൽ സിറ്റിയിലേക്കല്ല പോകുന്നത്, കുറച്ച് മൗണ്ടെയിൻസിലേക്കും വില്ലേജിലേക്കാണ് പോകുന്നത്. കാരണം എനിക്ക് ടർക്കിയിൽ തന്നെ ഒരുപാട് വില്ലേജസ് ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ എന്തായാലും ജോർജിയയിൽ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള പ്ലാനിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ സിറ്റിയും വലിയ സിറ്റിയിലേക്കും പിന്നീടാണ് പോകുള്ളൂ. പിന്നെ ഞാൻ അർമേനിയ കയറും. അർമേനിയയിൽ നിന്ന് വീണ്ടും ജോർജിയ കയറും. കാരണം എനിക്ക് എക്സിറ്റും എൻട്രിയും ടർക്കിയിൽ നിന്ന് ചെയ്യാനും പറ്റില്ല, എക്സിറ്റ് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് എന്നിട്ട് പിന്നെ അസർബൈജാനിലേക്ക് പോകുന്നത്. അപ്പോൾ എന്തായാലും ആദ്യം മൗണ്ടെയിൻ സൈഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ നോക്കട്ടെ, ഇന്ന് രാത്രി ഞാൻ ടെൻ്റ് അടിച്ച് എവിടെയെങ്കിലും നിൽക്കണോ, എമിഗ്രേഷൻ ക്ലിയർ ചെയ്യോ എന്താണ്, ഒരു പ്ലാനും ചെയ്തിട്ടില്ല കേട്ടോ. ആളിതാ തിരിച്ചു വന്നിട്ടുണ്ട്. കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രെഡും ചീസും എഗ്ഗും ഒക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ആളാന്ന് തോന്നുന്നു. എനിക്കിപ്പോൾ ആരും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കുറേ നല്ല എക്സ്പീരിയൻസ് ഉണ്ടായി, കുറേ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി. അപ്പോൾ ഈ ഒരു റീജിയനിലുള്ളതാണ്. ആള് വേറെ രാജ്യത്തെ ആളാണ്, എന്നാൽ പോലും ഒരു കരുതൽ വേണമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുടെ ഓരോ നീക്കവും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇതുവരെ നല്ലതാണ്, പറയാൻ പറ്റില്ല. ഓരോ ആൾക്കാർ ഓരോ വണ്ടിയിൽ കയറുമ്പോൾ ആദ്യം നല്ല സ്നേഹമായിരിക്കും, പിന്നീടാണ് അവർ സ്വഭാവം മാറുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഇവിടെ നിൽക്കൂലായിരിക്കും. ഞാൻ അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യും. മീൻസ് ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും എന്തായാലും ഫുഡ് കഴിച്ചിട്ട്. അപ്പോൾ ഇതുവരെ കുഴപ്പമൊന്നുമില്ല, നല്ല ആളാണ്. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് വിചാരിക്കും. കാരണം നമുക്ക് നല്ല എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ബാഡ് എക്സ്പീരിയൻസ് കിട്ടുന്ന സമയത്ത് നമുക്ക് മൈൻഡ് എന്തോ പോലെയാവും. മേ ബി കുറച്ച് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം 2 ദിവസം അതിങ്ങനെ മൈൻഡിൽ ഇങ്ങനെ ഉണ്ടാവും, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആണെങ്കിൽ എന്താ പറയുക, നമുക്ക് യാത്ര ചെയ്യാനുള്ള കൂടുതൽ ഒരു ഇൻട്രസ്റ്റ് ഫീൽ ചെയ്യും.
ഇവിടെ വണ്ടി ഒരു സ്ഥലത്ത് ഒതുക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ ആളിതാ ഇവിടെ കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നോക്ക് എല്ലാം ഇങ്ങനെയാണ് ഇവിടുത്തെ കിച്ചൺ എല്ലാം ഇങ്ങനെ തുറന്നിട്ട് ഇവർക്ക് പുറത്ത് കുക്ക് ചെയ്യാനുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളിലിരുന്നല്ലേ കുക്ക് ചെയ്യുക, പുറത്തിരുന്ന് ഇങ്ങനെ കണ്ടോ ഗ്യാസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് എല്ലാം സ്റ്റോർ ചെയ്യാനുള്ള എല്ലാ സ്ഥലവും സാധനങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് കഴിക്കാൻ വേണ്ടി നല്ല ഒലീസൊക്കെ തന്നിട്ടുണ്ടേ, നല്ല വലിയ ഒലീസ്. അതുകൊണ്ടോ നോക്ക് ഭയങ്കര വലുതാണ് കേട്ടോ. ആള് നോക്ക് കുറേ മുട്ടയെല്ലാം ഇടുന്നുണ്ട്. അങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നത് എത്ര എണ്ണം? 1 2 3 4 5 6 7 8 മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. 4 എണ്ണം വെച്ചിട്ട്. ഇതെന്താ ചീസാണോ? മുട്ടയില് ചീസ് എടുത്തിട്ടു. ചീസ് ഞാൻ പൊടിച്ചിട്ടു. വലിയ പീസാ. അത് കഴിച്ചോട്ടെ. എന്താവോ എന്തോ ടേസ്റ്റ്. ഞാൻ എല്ലാം ഇട്ടോളം പറഞ്ഞിട്ടുണ്ട്. വേറെ പുളീൻ്റെ ടേസ്റ്റ് ആട്ടോ. കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും. അതിലിട്ട് കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും. ഫുള്ളത് സാധനം തന്നെ മാറി, ലുക്ക് തന്നെ മാറി. അടച്ചിടുന്നു. ആ ബ്രെഡ് ഉണ്ട്. ഇങ്ങനെയാണ് ബ്രെഡ് ഉള്ളത്. കട്ട് ചെയ്തെടുത്ത് ഇങ്ങനെ സെറ്റായിട്ടുണ്ട്. ചീസ് ഉണ്ട്, ക്യൂക്കമ്പർ ഉണ്ട്, അലീസ് ഉണ്ട്. ഇതിങ്ങനെ മുട്ട ഇങ്ങനെ എല്ലാം കൂടെ ആക്കിയിട്ട് ഇങ്ങനെയാണ് ആയിട്ടുള്ളത്. എന്താണ് ടേസ്റ്റ് എന്ന് എനിക്കറിയില്ല. കാണാനൊക്കെ രസമുണ്ട്. കഴിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാം. കാരണം ഫുള്ള് ചീസും മുട്ടയും കൂടെ ഉള്ളതാണ്. കഴിച്ചോട്ടെ. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാ. നല്ല പുളിയുണ്ട്. പുളി ഇഷ്ടപ്പെടുന്നവർക്ക് ഓക്കെയാ. കുഴപ്പമില്ല. ബ്രെഡ് ഭയങ്കര ഹാർഡാ. ഇവിടുത്തെ ബ്രെഡ് എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഭയങ്കര ഹാർഡായിട്ട്. എന്നാലും കുഴപ്പമില്ല. യാ കിപ്പ്. അവിടെ എനിക്ക് ക്യുക്കുംബർ തന്നതാ കഴിക്കാൻ വേണ്ടി. ഹെൽത്തിയാണ് കണ്ടോ, എല്ലാം ഹെൽത്തിയാ. ഫുഡൊക്കെ കഴിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആൾക്ക് ഞാൻ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായതിൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്തു. ജസ്റ്റ് ഒരു സേഫ്റ്റിക്ക് വേണ്ടി. ആൾ നല്ലതാണ്. എന്നാൽ പോലും ഞാൻ ആളിതാ എനിക്ക് എൻ്റെ അടുത്ത് ലിഫ്റ്റ് അടിക്കുന്നുണ്ടോ, വണ്ടി പോകുന്നുണ്ടോ അങ്ങനെയെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. കണ്ടോ എന്നെ അപ്പുറത്തേക്ക് ആക്കുകയാണ്. ഈ സമയത്ത് വണ്ടി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ലിഫ്റ്റ് അടിച്ചോ കുഴപ്പമില്ല എന്നൊക്കെയാണ് പറയുന്നത്. ബോർഡർ ഏരിയ ആണെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ആളെൻ്റെ അടുത്ത് നോക്കി പോകാനൊക്കെ പറഞ്ഞു. ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ്. ഏത് വണ്ടിയാണ് കിട്ടുകയെന്നറിയില്ല. ഇവിടുന്ന് ഇനി ഒരു 18 കിലോമീറ്ററാണ് ബോർഡറിലേക്ക് ഉള്ളത്. ആക്ച്വലി വേറൊരു ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ ഇൻഷുറൻസ് വേണമെന്ന് പറയുന്നുണ്ട് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ആലോചിക്കുന്നത്. ഇനി ഇൻഷുറൻസ് വേണമെങ്കിൽ രാത്രി അത് റെഡിയാക്കാൻ പറ്റില്ല, നാളെ എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. അല്ല ഒരു കുഴപ്പമില്ലെങ്കിൽ ഞാൻ പോവും. അപ്പോൾ ഈ ജോർജിയയിലെ ആളോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് കുഴപ്പമില്ല എന്നാണ്. പക്ഷെ അറിയില്ലല്ലോ, അവിടെ പോയാൽ തന്നെയാണ് അറിയുള്ളൂ. ഞാൻ എന്തായാലും നോക്കട്ടെ. ഇവിടെ വന്നിട്ട് ലിഫ്റ്റ് അടിച്ചിട്ട് എനിക്ക് US വിസ ഉള്ളത് കൊണ്ട് തന്നെ ഓൺ അറൈവൽ വിസയാണ് ജോർജിയയിൽ വരുന്നത്. വേറെ എക്സ്ട്രാ വിസയൊന്നും ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു 3 മാസത്തെ വിസയാണ് കിട്ടുന്നതെന്ന്. എന്തായാലും അറിയില്ല. ഞാൻ പോയി നോക്കിയാൽ തന്നെയാണ് എല്ലാം അറിയുള്ളൂ. എന്തായാലും വണ്ടികൾ ഉണ്ടാവും 24 മണിക്കൂർ എല്ലാവിടെയും. എനിക്കിത് ഈ ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് 18 കിലോമീറ്റർ. യു ഗോയിങ് ടു ദ ബോർഡർ? ഓക്കെ, താങ്ക് യു. ആള് എൻ്റെ ഇൻസ്റ്റഗ്രാം ഒക്കെ നോക്കുമായിരുന്നു. ഞാൻ എന്നിട്ട് ചോദിച്ചു വീഡിയോ എടുക്കാൻ ഓക്കെ അല്ലേ എന്നൊക്കെ. അങ്ങനെ ഓക്കെ ആണ്. താങ്ക് യു സോ മച്ച്. ആള് അങ്ങോട്ട് ബോർഡറിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇവിടെ നോക്ക് ഇഷ്ടംപോലെ വണ്ടികൾ ഇങ്ങനെ നിർത്തിയിട്ടേക്കുന്നത് കണ്ടോ. ഇതെല്ലാം ജോർജിയയിലേക്ക് പോകാനുള്ള വണ്ടികളാണ്. ഇതെല്ലാം കസ്റ്റമെല്ലാം ക്ലിയർ ചെയ്തിട്ട് അവിടെ എപ്പോൾ എത്തുമെന്ന് അറിയില്ല. കാരണം 10-20 കിലോമീറ്റർ മുന്നേ തന്നെ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുള്ളത്. പിന്നെ ഇവിടെ ഉണ്ടല്ലോ കുറേ ടണൽ നമുക്ക് കാണാം. ഇടക്കിടക്ക് എനിക്ക് തോന്നുന്നു ഒരു 10-20 ടണലായി ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ. ടണലിന്റെ ഉള്ളിലൊക്കെയാണ് ഒരു സൈഡിൽ ഫുള്ള് ട്രക്ക് നിർത്തിയിട്ടേക്കുന്നത്. അത് ഏതൊക്കെയോ ടണലായി. ഇപ്പൊ ഒരു വേറെ 4 ടണൽ കഴിഞ്ഞേ ഫസ്റ്റ് ഞാൻ വീഡിയോ എടുത്തതിന് ശേഷം. ഞാനിതാ ബോർഡറിൽ തിരി. താങ്ക് യു, ബൈ. നല്ല ആളായിരുന്നു. ആള് ഗേൾഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നതാണ്. ഗേൾഫ്രണ്ട് ഇവിടെ ബോർഡറിലാന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ ഉള്ളിലേക്ക് കയറി പോട്ടെ. ഇവിടെ എക്സിറ്റ് ചെയ്തിട്ട് വേണം അടുത്തേലേക്ക് എൻ്റർ ചെയ്യാൻ. എന്താവും എനിക്കറിയൂല. സിം എടുക്കണം, ക്യാഷ് ചേഞ്ച് ചെയ്യണം, കുറേ പണിയുണ്ട്. 8ന്റെ പണിയാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ ബോർഡറിലേക്ക് കയറിയതാണ്. അപ്പോഴാണ് എൻ്റെ മറ്റേ ഫോൺ കാണാനില്ല. ആ ഫോണിന് എന്തോ എനിക്ക് പ്രശ്നമുണ്ട്. അത് എപ്പോഴും നഷ്ടപ്പെടില്ല. എപ്പോഴും നഷ്ടപ്പെടും. അത് എന്ത് ഫോണാണെന്ന് എനിക്കറിയില്ല.
അപ്പോൾ തിരിച്ചു പോവാണ്. ആ കാറിൽ മറന്നു വെച്ചോ അതോ ട്രക്കിൽ മറന്നു വെച്ചോ എനിക്കറിയില്ല. ഞാൻ പോക്കറ്റിലിട്ടിരുന്നത്, പോക്കറ്റിൽ നിന്നാണ് അത് പോയത്. പക്ഷേ സാധാരണ എപ്പോഴും സിബുള്ള പാൻറ്റാണ് ഉപയോഗിക്കുന്നത്. ഇന്നത്തേലും ഒരു സിബുള്ളൂ, അത് ഞാൻ പുറത്ത് എൻ്റെ ഒരു ഫോണാണ് ഇട്ടത്. എനിക്കറിയില്ല, ഫുൾ ടൈം എപ്പോഴും ഇങ്ങനെ പറ്റണം. എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല, എനിക്കറിയില്ല. ആ ട്രക്കിലേക്ക് തിരിച്ചു പോകാൻ പോവാ. ആ ട്രക്കിലല്ലേ കുറേ നേരം ഇരുന്നത്, അവിടെ നിന്നാണോ അതിന് മുന്നേ എപ്പോഴെങ്കിലും പോയോ എനിക്കറിയില്ല. പക്ഷേ ഭയങ്കര കഷ്ടം തന്നെ. ആ പയ്യൻ ഗേൾഫ്രണ്ടിനെ കാണാൻ വന്ന അവൻ പോയിട്ടുണ്ടാവും, എന്തായാലും പോയിട്ടുണ്ടാവും. പക്ഷേ അവനാണെങ്കിൽ പെട്ടെന്ന് പോവുകയും ചെയ്തു. ഇവിടെ നിന്നാണെങ്കിൽ ഇനി ലിഫ്റ്റ് കിട്ടുമോ എനിക്ക് എന്തോ പോലെ ആവുന്നു, എന്തോ മരത്തെ ഫീല്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നയാ, എനിക്കറിയില്ല അതെന്തെങ്ങനെ മിസ്സാവുന്നതെന്ന്. വേറെ ഒന്നും മിസ്സാവുന്നില്ലല്ലോ, അതെന്നെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി മിസ്സായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അത്രയും കിലോമീറ്റർ പോയിട്ട് ഞാൻ തിരിച്ചെടുത്ത ഫോണാ. എനിക്കറിയുന്നില്ല ആ ട്രക്കിലാണോ കാറിലാണോ വേറെ എന്താ പോയത്, എവിടെ പോയത് ഒന്നും അറിയില്ല. ഇവിടെ ബോർഡറിലായതുകൊണ്ട് തന്നെ ഏതെങ്കിലും വണ്ടി ക്രോസ് ചെയ്ത് വന്നാലാണ് എനിക്ക് കിട്ടുള്ളൂ. എനിക്കിത് ഈ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അവര് എവിടെ വരെ പോകുന്നുണ്ട് എന്ന് എനിക്ക് അറിയൂല കേട്ടോ. എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർക്ക് തമാശ കളിയാണ്. ഞാൻ ഇവിടെ സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോ എനിക്കറിയില്ല, അവര് ഓടിക്കൽ തന്നെ എന്തോ ശരിയില്ല. ഞാൻ ഓൾറെഡി ടെൻഷൻ ആയിട്ടായിരിക്കുന്നത്, അതിന്റെ ഇടയിൽ ഇവര് വിളിക്കുന്നത്. ഇംഗ്ലീഷ് കുറച്ചറിയാം, എനിക്കാണെങ്കിൽ നെറ്റ്വർക്കും ഇല്ല, എല്ലാം കൊണ്ട് ഭ്രാന്തായിട്ടാണുള്ളത്. എന്റെ കഷ്ടകാലം ഒന്ന് ആലോചിച്ച് നോക്കി. കഴിഞ്ഞ വീണ്ടും അതെന്നെ സംഭവിക്കുന്നത്. അവര് കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അവര് വേറെ വഴിയെല്ലാം കയറിപ്പോയി. ഞാനിപ്പം ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഈ സമയമായതുകൊണ്ട് വണ്ടി കിട്ടാനും പാടാന്ന് തോന്നുന്നു. ബോർഡറിലേക്ക് പിന്നെയും വണ്ടികളുണ്ടായി. ഇവിടുന്ന് അങ്ങോട്ട് ഈ വണ്ടി കിട്ടുമോ എനിക്ക് തന്നെ അറിയില്ല. എനിക്കിത് ഈ ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ആള് ഹോപ്പാന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. എനിക്ക് ഹോപ്പാന്ന് പറഞ്ഞ സ്ഥലത്തിന് മുന്നേ ആണ് എനിക്ക് വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആളവിടെ ഉണ്ടോ, അവിടെ തന്നെ ആണോ മിസ്സായത് ഒന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ പോയി തിരിച്ച് നോക്കുകയാണ്. ഞാൻ ആ കൺട്രിയിൽ എൻട്രി ചെയ്തിരുന്നെങ്കിൽ എനിക്ക് തിരിച്ച് യൂട്യൂബ് I'm traveling. Yeah. എനിക്ക് എൻട്രി ചെയ്തിരുന്നെങ്കിൽ ഉണ്ടല്ലോ തിരിച്ച് കയറാൻ പറ്റില്ല. കാരണം ടർക്കി വിസ നമ്മൾ ഈ ഇലക്ട്രോണിക് വിസ ഓൺലൈനിൽ എടുത്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് എൻട്രി ചെയ്യുക. ജോർജിയ പിന്നെ ഓണറബിൾ വിസയാണ്, അതുപോലെ അല്ല ഇവിടെ. ഭാഗ്യത്തിന് ഞാൻ എൻട്രി ചെയ്തതിന് ശേഷമാണ് നോക്കിയിരുന്നത്, തിരിച്ചു വരാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല. തേങ്ങ എന്റെ ഫോണിൽ തിരിച്ചു കിട്ടി, എനിക്കറിയില്ല. ഞാൻ ഇതില് എനിക്ക് എന്താ പറയണതല്ല, സന്തോഷവും സങ്കടവും എല്ലാം കൂടെ ഒരുമിച്ചാ വന്നിട്ടില്ലേ. ഞാൻ വിചാരിച്ചില്ല അത് കിട്ടുന്നു, സത്യമായിട്ടുനോ സത്യം. ഞാൻ ആ രാജ്യത്ത് എൻട്രി ചെയ്തിരുന്നെങ്കിൽ എനിക്കിത് കിട്ടൂലായിരുന്നു. ഞാൻ അടുത്ത കാറിൽ ആക്കിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ആ കാറിലായിരിക്കും മറന്നു വെച്ചെന്നൊക്കെ. എന്തായാലും എനിക്ക് കിട്ടി. ഓ സത്യം, ഇത് ഞാൻ ഫുൾ ടൈം എന്താക്കണോ, ഒട്ടിച്ചു വെക്കണോ മേല്? എത്ര പ്രാവശ്യം മിസ്സാവുന്നേ. നെഞ്ചൊന്ന് പൊട്ടിയത്. താങ്ക് യു. ഭാഗ്യ പുള്ളിക്കാരൻ എവിടെയും പോയിട്ടുണ്ടായില്ല, ഇവിടെ തന്നെ ഉണ്ടായിട്ടോ. ശരിക്കും ഈ പുള്ളിക്കാരൻ, ഞാൻ കാറിൽ ലിഫ്റ്റ് അടിച്ച് വന്ന പുള്ളിക്കാരനുണ്ടല്ലോ, ആള് നല്ലൊരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് എനിക്ക് എന്താ പറയുക എന്നെ ഇവിടെ ആക്കിയത്. ആക്ച്വലി ആള് വേറെ ഏതോ വഴി പോവായിരുന്നു, എന്നെ റോഡിൽ നിൽക്കുന്നത് കണ്ടിട്ട് അങ്ങനെ വന്നിട്ട് എനിക്ക് ലിഫ്റ്റ് തന്നാന്നെല്ലാം പറഞ്ഞ് ട്രാൻസ്ലേറ്റിൽ. അയ്യോ സത്യം, ഞാൻ വിചാരിച്ചതേ ഇല്ല അത് തിരിച്ചു കിട്ടുന്നു. എന്തൊരു കഷ്ടം ആലോചിക്കണേ. ആ വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ച ആൾ നല്ലൊരാളായിരുന്നു. അപ്പോൾ ആളെനിക്ക് കുറേ മെസ്സേജ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ട്രാൻസ്ലേറ്റിൽ അങ്ങനെ ആളുടെ വീട്ടിലേക്ക് ഞാൻ വന്നേക്കാണ്. ഇവിടെ ആരുമില്ല, ആൾ ഒറ്റയ്ക്കാണ്. ഞാൻ ചോദിച്ചു ഫാമിലി ഉണ്ടോയെന്നൊക്കെ. അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ ഒരു തെറ്റും ചെയ്യൂല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് ഞാൻ വന്നത്. നല്ല വ്യക്തിയാണ്. പക്ഷെ ഒരു ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 11 മണിയായിട്ടുണ്ട്. ആൾ 2:30 ഇവിടുന്ന് ഉറക്കം വരുന്നിട്ട് നല്ല രീതിയിൽ. സോറി, ഞാൻ ഭയങ്കര ടയർഡാണ്. സോ ഇപ്പോൾ 11, 12, 1, 2, 2:30 ആകെ ഇത്രേ ഉള്ളൂ. 3.5 മണിക്കൂറാണ് ഉറങ്ങാൻ പറ്റുള്ളൂ. 2:30 എന്നെ ബോർഡറിൽ കൊണ്ടാക്കാമെന്നാണ് പറഞ്ഞത്. കാരണം ആൾക്ക് എന്തോ ഫ്ലൈറ്റ് എന്തോണ്ട് ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. ആളുടെ ഫാദർ ജോർജിയയിലേക്ക് പോയേക്ക് അവിടെ ആരും ഇല്ലയെന്ന് പറഞ്ഞ് അങ്ങനെ എൻ്റെ അടുത്ത് വാതിലൊക്കെ അടച്ച് കുറ്റിയിട്ടിട്ട് കിടന്നോളാൻ പറഞ്ഞ് അങ്ങനെ എൻ്റെ അടുത്ത് കുറേ സംസാരിച്ച് ഫുഡ് വേണമെങ്കിൽ തരാം അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര നല്ല മനുഷ്യരാണ്. അതാ പറഞ്ഞു, മോശം അനുഭവം ഉണ്ടെങ്കിലും നല്ല ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഈ കുറച്ച് ദിവസമായിട്ട് ഫുള്ള് നല്ല അനുഭവങ്ങൾ തന്നെയാണ് ഫുള്ളുണ്ടായത്. ഇപ്പം എൻ്റെ ഫോണ് പണി കിട്ടിയതല്ലാതെ, ഫോണ് നോക്ക് ഞാൻ എവിടെ വെച്ചിട്ടുള്ളതെന്ന്. ഇതിൻ്റെ ഉള്ളിലാക്കിയിട്ടാണ് ഞാൻ ഫോൺ വെച്ചിട്ടുള്ളത്. കണ്ടാ
എന്നിട്ട് ഞാനിത് അടച്ച്. ഇനി ഇത് ഞാൻ തുറക്കുന്നില്ല. ഇതിൽ കണ്ടോ ഇങ്ങനെ വീണു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഇവിടെ ഇങ്ങനെ വെച്ചപ്പം ഇങ്ങനെ വീണു പോയത്. അങ്ങനെയാണ് വീണു പോയത്. ഈ പാനിൽ ഇത്രതേ ഉള്ളൂ. അതാണ് പ്രശ്നം. അപ്പം അതാണ് അതാണ് ഉണ്ടായതപ്പോൾ. ഞാനപ്പോൾ കുറച്ച് നേരം കണ്ടു തുറക്കട്ടെ. എന്തായാലും എന്തായാലും ബോർഡറിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല. ഇവിടെയാണ് ഒരു 3 മണിക്കൂറെങ്കിലും ഉറങ്ങാലോ. അത് ഓർത്തിട്ട് പിന്നെ ഞാൻ വന്നത്. ഗുഡ് മോർണിംഗ്. ഇന്നലെ ആൾ 2 മണിക്ക് വിളിക്കുന്നെന്ന് പറഞ്ഞിട്ട് വിളിച്ചതൊന്നുമില്ല കേട്ടോ. ബാഗ് കയറ്റി അവിടെ ഇങ്ങോട്ട് നടന്നപ്പോൾ തന്നെ ഞാൻ ടയർഡായി. നല്ല വിശക്കുന്നു. ആളെന്തോ ഫ്ലൈറ്റ് എന്തോ 12 മണിക്കൂർ ഡിലേ ആന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു. അതെന്നെ വിളിക്കാഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ രാവിലെ ഇപ്പം ഞാൻ എന്താ എണീച്ച് ഫ്രഷായി ഞാൻ ഇറങ്ങി. ഇവിടെ നല്ല തണുക്കുന്നുണ്ട്, നല്ല വെയിലുണ്ട്. ഇങ്ങോട്ട് നല്ല തണുപ്പാണേ. എനിക്ക് തോന്നുന്നു ജോർജിയയിലെ ചില സ്ഥലങ്ങളിലൊക്കെ മഞ്ഞ് തന്നെ മൂടാനായിട്ടുണ്ട്. എന്തേലും കഴിക്കണം, നല്ല വിശക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ബോർഡറിലേക്ക് തിരിച്ചു പോകണം. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്താ ഒരു ഫോണ് കാരണം ഇന്നാ സെയിം പാൻ്റ് ഇട്ടേക്കുന്നത്. അതിൻ്റെ ഉള്ളിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു സിബ്ബലുള്ളൂ. ഒരു സിബിലും പൂട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം സൂപ്പർ മാർക്കറ്റാട്ടോ കാണുന്നത്. ഫുഡ് കഴിക്കുന്ന ഷോപ്പൊന്നും കാണുന്നില്ല. മേ ബി ബോർഡറിൽ വല്ല എത്തേണ്ടി വരും. നോക്കിയോട്ടെ. ഇവിടെ മോർണിംഗ് തന്നെ ഒരു ഷവർമ ഡൊറും കാണുന്നുണ്ട്. അപ്പം അത് കഴിക്കാൻ വേണ്ടി പോവാണ്. ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണത്തിന് 200 വരുന്നത് ലിറ. ഇവിടെ ലിറ മാത്രമല്ല മറ്റേ ക്യാഷ് കൊടുക്കും ജോർജിയയിൽ. ഫുഡ് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഹിച്ചാക്ക് ചെയ്തിട്ട് വേണം പോകാൻ. എൻ്റെ ഒരു 3 കിലോമീറ്റർ ഉള്ളൂ ബോർഡറിലേക്ക്. എനിക്കിത് ഈ ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ. താങ്ക് യു. ആളെൻ്റെ അടുത്ത് കസാക്കിസ്ഥാനാണോ അഫ്ഗാനിസ്ഥാനാണോ ഏത് സ്ഥാനാണെന്ന് ഞാൻ പറഞ്ഞ ഹിന്ദിസ്ഥാനാണ്. ഹിന്ദിസ്ഥാൻ. ആള് ജോർജിയെന്ന് തോന്നുട്ടോ. അതേണ്ടേ നോക്ക്, വീണ്ടും ടണലിനുള്ളിൽ കൂടെ പോകുന്നേ. ഒരു പണി കിട്ടിയിട്ടുണ്ട്. നോക്ക്, ഇവിടെ ട്രക്സ് എല്ലാം ഇങ്ങനെ നിർത്തിയിട്ടേക്ക്. ആ റോട്ടിലൂടെ ചെറിയ വണ്ടികൾ മാത്രമേ പോകുള്ളൂ. അപ്പൊ എന്തായാലും ഞാൻ ഇവിടുന്ന് ഇറങ്ങട്ടെ. ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഞാനിനി എന്താ പറയാ വേറെ പോണോ. കണ്ടോ ഇവിടെ ഇങ്ങനെ മലയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ടണൽ വന്നിട്ടുള്ളത്. ഇതിന് മുന്നിലൊക്കെ ടണലാ. ആരൊക്കെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഹായ്. ആകെ എനിക്ക് 2 കിലോമീറ്റർ ഉള്ളൂ. നടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ടൈം എടുക്കുമെന്ന് ഓർത്തിട്ട് ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ആ ടണലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ സ്ലോ ആയിട്ടാണ് എല്ലാ വണ്ടികളും പോകുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ട്രക്കിൽ നിന്ന് ഇറങ്ങിയത്. ഇവിടെ ഡ്യൂട്ടി ഫ്രീ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും മിഠായി മേടിക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് കാണാൻ. മിൽക്ക് ചോക്ലേറ്റ് ഹേസൽനട്ട് ഉണ്ട്. പിന്നെ എന്താണ് ഇതുണ്ട്, പിസ്താഷ്യോ ഉണ്ട്. ഏതങ്ങനെ വാങ്ങേണ്ടതെന്ന് ആലോചിക്കാം. 17 യൂറോ ഒക്കെയാണ് കാണിക്കുന്നത്. ഞാനിവിടെ ചെറിയൊരു ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലതാണോ എന്ന് എനിക്കറിയില്ല. മറ്റേതിന് ഒടുക്കത്തെ റേറ്റാണ്. ജോർജിയയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നോക്ക്, അവിടുത്തെ സ്ഥലങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അങ്ങനെ മഞ്ഞ് മൂടാറായിട്ടുണ്ട് തോന്നുന്നു. ഞാൻ ഈ സ്ഥലങ്ങളിലൊക്കെ പോകാൻ വേണ്ടി പ്ലാൻ ഉണ്ട് കേട്ടോ. ഞാൻ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും പോയി നോക്കാം, അപ്പം അറിയാം എന്താണെന്നുള്ളത്. നല്ല രസമുണ്ട്. വലിയ ബോർഡറാ. സാധാരണ ചെറിയ ബോർഡറല്ലേ ഉണ്ടാവാറ്. ഇത് നല്ല വലുതാണ്. ഏതൊക്കെയോ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് അവിടുത്തെ കാണിക്കുന്നത്. ഉണ്ടോ, കുറേ ഉണ്ട്. ബ്യൂട്ടിഫുൾ ആണ് ജോർജിയ. പ്രകൃതിയിൽ ഭയങ്കര രസമായിരിക്കും. കണ്ടോ, ഫുൾ വാട്ടർഫാൾസ് എല്ലാം ആയിട്ട് ഇത് സിറ്റിയാന്ന് തോന്നുന്നു. ദേ വെൽക്കം ടു ജോർജിയ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് ഒന്നും ചോദിച്ചില്ല. ഹോട്ടൽ ബുക്കിങ്ങോ അല്ലെങ്കിൽ റിട്ടേൺ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും ചോദിച്ചില്ല. ബൈ റോഡ് പോകുമ്പോൾ നമ്മളോട് അങ്ങനെയും ചോദിക്കൂല. അങ്ങനെ ഞാനിതാ ജോർജിയയിൽ എൻട്രി ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഞാൻ കറൻസി ഒരു $100 ചേഞ്ച് ചെയ്തു. ഞാൻ $100 ചേഞ്ച് ചെയ്തപ്പോൾ 265 ജോർജിയൻ ലാറിയാണ് എനിക്ക് കിട്ടിയത്. ലാറി എന്നാണ് ഇവിടുത്തെ കറൻസിൻ്റെ പേര്. അവിടെ ലിറയാണ്, ഇവിടെ ലാറി. കണ്ടോ, ഇതുണ്ടോ ജോർജിയൻ്റെ ഫ്ലാഗ് എല്ലാം കാണുന്നുണ്ട്. അവിടെ എല്ലാം കാണാൻ പറ്റുന്നുണ്ട് ഫ്ലാഗ് എല്ലാം. പിന്നെ ഞാൻ സിം എടുത്തപ്പോൾ 35 ലാറിയാണ് ആയത്. 35 ലാറി എന്ന് പറഞ്ഞാൽ ഒരു 1500 ഇന്ത്യൻ റുപ്പി, ഏകദേശം ആ ഒരു റേറ്റ് ആയിട്ടുണ്ടാവും. 7 ദിവസത്തിന് അൺലിമിറ്റഡ് നെറ്റ്വർക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എനിക്കറിയില്ല 7 ദിവസം അൺലിമിറ്റഡ് കിട്ടുമോ എന്നുള്ളത്. കാരണം ഇതേപോലെ തന്നെയായിരുന്നു. പെറുവിൽ വെച്ചെടുത്തപ്പോഴും അൺലിമിറ്റഡ് കിട്ടിയില്ല. അതുപോലെ തന്നെ ടർക്കിൽ വെച്ചെടുത്തോ അൺലിമിറ്റഡ് കിട്ടിയില്ല.
2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാവൂല അങ്ങനെ. ഇനി ഇവിടുന്ന് വേറെ സ്ഥലത്തേക്കൊക്കെ എനിക്ക് മൂവ് ചെയ്യണം. എന്താ പ്ലാൻ എന്നൊന്നും അറിയില്ല, നോക്കി നോക്കട്ടെ. അടിപൊളിയാണ് ജോർജിയ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.